ഹലോ ഹായ് വെൽക്കം ടു DNA ലേണിംഗ്. NEET 2025 അടുത്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമിൻ്റെ സമയത്താകുമ്പോഴേക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, നന്നായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു നീറ്റ് എക്സാമിന് പോകുന്നതിൻ്റെ തലേന്ന് രാത്രി നിങ്ങളൊരു പക്ഷേ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങൾ റെസ്റ്റ്ലെസ് ആയിരിക്കും, നിങ്ങൾ നന്നായിട്ട് സ്ട്രെസ് അടിക്കുന്നുണ്ടാവും അല്ലേ. ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് എക്സാമിൻ്റെ തലേന്ന് ഞാൻ എന്താ ചെയ്തത് എന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നീറ്റ് എക്സാമിന് തലേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൂടെ കുറേ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവും, നിങ്ങൾ എക്സാമിന് പോയിരിക്കുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാവുമോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളായിരിക്കുമോ വരാന്നുള്ളതൊക്കെ അല്ലേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ബി കാം ആയിട്ടിരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക. നിങ്ങൾ പഠിച്ചത് മാത്രമേ നാളെ എക്സാമിന് വരുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസും ഒരു ക്ലാരിറ്റിയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ റിവിഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എല്ലാവരും നിങ്ങളോട് റിവിഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അത്രയും കാലം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ ചീറ്റ് ഷീറ്റ് എന്ന് നമ്മൾ പറയും. ഇക്വേഷൻ ബുക്കില്ലേ, നിങ്ങൾ ഇത്രയും കാലം ഇക്വേഷൻ എഴുതിയ സാധനം അത് മാത്രം എടുത്ത് റിവൈസ് ചെയ്യുക. കൂടെ തന്നെ ബയോളജിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രം എടുത്ത് നോക്കുക. തലേന്ന് ഒരിക്കലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകരുത്, അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കിയേ ചെയ്യുള്ളൂ. അപ്പോൾ ലൈറ്റായിട്ട് പഠിക്കുക. നമ്മൾ ലൈറ്റായിട്ട് ഇത്രയും കാലം നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരുന്നത് അത് മാത്രം എടുത്ത് റിവൈസ് ചെയ്യുക. കാമായിട്ട് കൂളായിട്ടിരിക്കുക. ഇനി എത്ര കാമായിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ റെസ്റ്റ്ലെസ് ആവുമെന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെ ആയിരുന്നു. കുറേ ടൈം ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കില്ല എക്സാമിന് എന്താ ചെയ്യുക എന്നുള്ളൊരു ആലോചന വരില്ലേ. അപ്പം നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സോൾവ് ചെയ്യാൻ എടുക്കുക. മോക്ക് ടെസ്റ്റ്, ഫോർ എക്സാമ്പിൾ മോക്ക് ടെസ്റ്റ് ആണ്, മോക്ക് ടെസ്റ്റ് സോൾവ് ചെയ്യാനിരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. 180 ക്വസ്റ്റ്യൻസിന് 180 മിനിറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ അത്യാവശ്യം കാം ആണെങ്കിൽ നിങ്ങൾ ഈ ടൈം വെച്ച് ചെയ്താൽ മതി കേട്ടോ, 3 മണിക്കൂർ. അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ്ലെസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വെറും ക്വസ്റ്റ്യൻസ് ഒന്ന് കാഷ്വലി മറിച്ച് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതിനുപയോഗിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് യൂസ് ചെയ്യോ, അറിയില്ലെങ്കിൽ ജസ്റ്റ് ആ ഇക്വേഷൻ ബുക്ക് എടുത്ത് നോക്കിയിട്ട് ആ ഇക്വേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ കാഷ്വലി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ മതി. ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾക്ക് എവിടെയാണോ എക്സാം സെൻറ്റർ കിട്ടിയത് അതിൻ്റെ ലൊക്കേഷനൊക്കെ നേരത്തെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി വെച്ച് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾ എത്ര ടൈമിൽ പോയാൽ അവിടെ എത്തും എന്നുള്ളതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഫുഡൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, വെള്ളം കുടിക്കാൻ ഉദ്ദേശിക്കുന്നോ ഒക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക. ഇതൊക്കെ ഞാൻ എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടോണ്ട് തന്നെയാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിൻ്റെ അന്ന് ഇവൻ അത്രയും ദിവസം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കുറേ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എക്സാമിൻ്റെ അന്ന് ഭയങ്കര കൂളായിട്ടാണ് പോയത്. ഡ്രസ്സിങ്ങിലാണെങ്കിലും ഡ്രസ് കോഡൊക്കെ ഞാൻ അതേപോലെ അവർ പറഞ്ഞ പോലെ ഡ്രസ് കോഡ് ഇട്ട് ഹിജാബ് ഇട്ടിട്ട് തന്നെ പോയത്. അതിലും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഡ്രസ് കോഡിൻ്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു റിലാക്സ്ഡ് മോഡിലാണ് എക്സാം എഴുതാൻ പോയത്. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായില്ല. അവിടെ പോയി കാമായിട്ട് എക്സാം എഴുതാൻ പറ്റി. നിങ്ങൾ തലേന്ന് കഴിക്കുന്ന ഫുഡ് ലൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട. വീട്ടിലുണ്ടാക്കുന്ന സാധാ ഫുഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ കിട്ടുന്ന സാധാ ഫുഡ് കഴിക്കാൻ നോക്കുക. അധികം ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിറ്റേന്ന് നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതൊന്നും വേണ്ട, സാധാ ലൈറ്റ് ഫുഡ് കഴിക്കുക. 10-10:30 ആകുമ്പോൾ ഉറങ്ങാൻ വേണ്ടി നോക്കുക. തലേന്നിരുന്ന് കുറേ പഠിച്ച് 2-3 മണി വരെ പഠിച്ച് പിറ്റേന്ന് എക്സാം എഴുതാൻ പോകുമ്പോൾ കുറേ സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാം അല്ല നീറ്റ് എക്സാമിനേഷൻ. നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നാണ് 6 മാസമെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ തലേന്ന് രാത്രി നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക. നിങ്ങൾ അത്രയും കാലം പഠിച്ചതും വർക്ക് ചെയ്തതും മോക്ക് ടെസ്റ്റും ഒക്കെ സോൾവ് ചെയ്തതൊക്കെ അതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് നല്ല റെസ്റ്റ് വേണം. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക, ഒരു 10:30 ആകുമ്പോൾ ഉറങ്ങുക. എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റിട്ടൊക്കെ റിവൈസ് ചെയ്യുക. നിങ്ങളുടെ സാധാ ഷെഡ്യൂൾ പോലെ നേരത്തെ എണീറ്റ് റിവൈസ് ചെയ്യുക. നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് നിങ്ങൾ പോവുക. അവിടെ ഇരുന്ന് നല്ല രീതിയിൽ എക്സാം എഴുതുക. നന്നായിട്ട് എക്സാം. ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത്, എന്തൊക്കെയാണോ പഠിച്ചത്, അതിൻ്റെയൊക്കെ റിസൾട്ട് വരാനുള്ളൊരു ദിവസമാണ് May 4th NEET 2025. നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. നിങ്ങൾ നന്നായിട്ട് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ സ്കോർ നിങ്ങളുടെ മാർക്കിലേക്ക് കാണട്ടെ. ഓൾ ദി ബെസ്റ്റ്.